ഓക്കെ സുഹൃത്തുക്കളെ, ഇവിടെ ഞാൻ കുറേ കാലമായിട്ട് ഡ്രൈവിങ് പഠിക്കണമെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ നടക്കുന്നില്ല, കയ്യിൽ കാശില്ലല്ലോ. ഇപ്പം എൻ്റെ അടുത്ത് കാശൊക്കെ ഉണ്ട്, കണ്ടില്ലേ? മെക്ലാറനൊക്കെ വാങ്ങി. ആദ്യം കാറ് വാങ്ങണം, എന്നിട്ട് വേണം ഡ്രൈവിങ് പഠിക്കാൻ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ജുറാസിക് പാർക്കിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഡ്രൈവിങ് സ്കൂൾ വരുന്നത്. അവിടെ കണ്ടില്ലേ കുറേ വണ്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറരുത്. ആദ്യം നമുക്ക് പേരും സർട്ടിഫിക്കറ്റും എല്ലാം കൊടുക്കണം, എന്നിട്ട് വേണം ഡ്രൈവിംഗ് സ്കൂളിലേക്ക് കയറാൻ. ഇവിടെ ആൾ നിൽക്കുന്നുണ്ടാവും, ആളിപ്പോൾ വരട്ടെ, എന്നിട്ട് നമുക്ക് ഡ്രൈവിങ് പഠിക്കാം. ഓക്കെ, ഇവിടെ ആളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റും പേരൊക്കെ കൊടുത്തു. കയറിക്കോളാനാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഈ സൂപ്പർ കാറില്ലേ, ഈ മെക്ലാറൻ, ഇത് കയറ്റാൻ പറ്റില്ല. ഇവർ വണ്ടി തരും, ഇപ്പോൾ ഒരു ഡിഫൻഡർ തരും. അത് അതിൻ്റെ നടുവിൽ പോയിട്ട് പാർക്ക് ചെയ്യണം. 4 ടെസ്റ്റാണുള്ളത്. ഒന്ന് പാർക്കിങ്, പിന്നെ അവിടെ ഒരു എച്ച്, ആ എച്ച് ഇടണം, പിന്നെ കയറ്റത്തുനിന്ന് കയറണം, പിന്നെ റോഡിൽ കൂടെ ഇടിക്കാതെ പോകണം. അതൊക്കെയാണ് ടെസ്റ്റ്. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് പാർക്കിംഗ് ടെസ്റ്റ്. നമുക്കപ്പോൾ പാർക്കിംഗ് ടെസ്റ്റിലേക്ക് കടക്കാം. ഇവിടെ ഇങ്ങനെ ഡിഫൻഡറൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി അവിടെ തിരി സ്ഥലം കണ്ടില്ലേ, അവിടെ പോയിട്ട് ഈ ഡിഫൻഡർ പാർക്ക് ചെയ്യണം. എന്താ നിങ്ങൾ ഇവിടെ തിരി സ്ഥലം കണ്ടിട്ടുണ്ടാവും, കണ്ട? ഇവിടെ തിരി സ്ഥലം കണ്ട? അപ്പം ഇവിടെ വേണം ഡിഫൻഡർ പാർക്ക് ചെയ്യാൻ. എവിടെയും തട്ടാണ്ട് മുട്ടാണ്ട് പോയി കോണം. ഇവിടെ മിക്കവാറും തട്ടുന്ന് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ ചെയ്യാലേ? അയ്യോ, തട്ടല്ലേ. എന്തായാലും പരമാവധി ഇടിക്കാണ്ട് വേണം ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട്. ഹേയ്, എന്താലേ? ഇടിക്കാതെ വേണം പോവാൻ. ഇവിടെ എവിടെ ഇപ്പോൾ തൽക്കാലം ഇടിച്ചിട്ടില്ല. ഇടിക്കില്ലേ. ഇനി ആ ഗിയറില്ലേ, അത് പീൽക്ക് മാറ്റണം. ഇപ്പം ഞാൻ മാറ്റാൻ പോവാ. അല്ല, ഇവിടെ ഇല്ല, ഇവിടെയാണ് ഗിയർ. അതിനി ഞാൻ പീൽക്കാക്കാൻ പോവാണ്. റെഡി സ്റ്റഡി. അങ്ങനെയില്ല, റെഡി സ്റ്റഡി ഗോ. ഞാനങ്ങനെ പീൽക്കാക്കിയിട്ടുണ്ട് ആ ഗിയർ. ഇത് കണ്ട, ഈ ഡിഫൻഡറിൻ്റെ ഒക്കെ നടുവിൽ ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ടെസ്റ്റ് പാസ്സായി. ഇനി അടുത്ത ടെസ്റ്റായ എച്ച് ടെസ്റ്റിലേക്ക് പോവാം. അടുത്തതാണ് എച്ച് ടെസ്റ്റ്. അതിനു മുമ്പ് ഈ ഫിനിഷ് ലൈനൊന്ന് കടക്കണം. ഇനി സ്റ്റാർട്ട് ലൈനൊന്ന് കടക്കണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ലംബോർഗിനിയൊക്കെ ഇരിക്കുന്നില്ലേ, ഇത് കൂടെ ഇനി എച്ച് ഇടണം. എച്ചിൻ്റെ ഷേപ്പിലാണ് ഈ വക കോണൊക്കെ വെച്ചേക്കണത്. എച്ച് പോലെയാണ് വെച്ചേക്കണത്. അപ്പോൾ നമുക്ക് എച്ചിടാം. ആദ്യം ഇതിങ്ങനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോവുക, എവിടെ ഇടിക്കാൻ പാടില്ല. ഈ സൈഡിൽ കൂടിക്ക്, എന്നിട്ട് ഇങ്ങനെ, അങ്ങനെയല്ല, ഇനി ഇങ്ങനെ പോവുക. അത് ബാക്കിലേക്ക് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഫ്രണ്ടിലേക്ക് പോവുക, എന്നിട്ട് ഇവിടുന്ന് ഇനി ബാക്കിലേക്ക് പോവുക. അയ്യോ, ചെറുതായിട്ട് പണി കിട്ടിയേ പോലെ ഉണ്ട്. ഷിറ്റ് ഓഫ് ദി ഷിറ്റ്. ഇതെങ്ങോട്ടേക്ക് പോണേ? ഞാൻ പിന്നെ പണ്ടേ തൊട്ടിട്ട് ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇതൊന്നും കുഴപ്പമില്ലാത്ത പോലെ തോന്നണേ. പണ്ട് തൊട്ടിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയതല്ലേ, അതുകൊണ്ട് എനിക്കിതൊന്നും വലിയ ഇതായിട്ട് തോന്നണില്ല. ഇനി ബാക്കിക്ക് വിടുക. ഹെച്ച് പോലെ തന്നെ ഉണ്ട്. ഇതാ ഇങ്ങനെ. അയ്യോ, ബാക്കിൽ ഇപ്പം തട്ടു. ഇനി ഇങ്ങനെ എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിക്ക് പോവാം. ഇനി നേരെ ഫ്രണ്ടിലേക്ക് പോയാൽ മതി. ഈ മിഷൻ കംപ്ലീറ്റ് ആവും.
അങ്ങനെ പാർക്കിംഗ് അല്ല ഹെച്ച് ടെസ്റ്റും കഴിഞ്ഞു. ഫിനിഷ് ലൈനും കൂടി കടക്കട്ടെ. ഇനി നമ്മുടെ സാധാ ആ സൂപ്പർ കാറില്ലേ മെക്ലാറൻ, അത് വെച്ചിട്ടാണ് ഇനി റേസ് നടക്കുന്നത്. അതിലെന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഇനി കയറ്റം കയറണം. അതാണ് 3rd ടെസ്റ്റ്. നമുക്ക് ഇനി ആ ടെസ്റ്റും കൂടി വിജയിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ മല കയറുന്ന ടെസ്റ്റ് ഇവിടെ ആരംഭിക്കാൻ പോകുകയാണ്. ഇതാണ് ഈ സിറ്റിയിലത്തെ ഏറ്റവും വലിയ കയറ്റം. അവിടെ മുമ്പിലൊരു ചുവപ്പ് വണ്ടി കാണാല്ലേ, അതിനെ കഷ്ടപ്പെട്ടിട്ടാണ് കയറുന്നത്. അതിന് കയറാൻ പറ്റുന്നില്ല, അതവിടെ ബ്രേക്ക് ഡൗൺ ആയി. കഷ്ടമായിപ്പോയി. അവിടെ ഒരു ബൈക്ക് വന്നിട്ടുണ്ട്. ഇയാൾ എന്ത് കാണി, അയ്യോ എൻ്റെ വണ്ടി തന്നെ ബാക്കിക്ക് പോണേ. ബാക്കിക്ക് പോയാൽ ഔട്ടാവും. അല്ലാണ്ട് ഇങ്ങനെ ബാക്കിക്ക് പോവല്ല, ബാക്കിക്ക് പോയിട്ട് അവിടെ അറ്റത്തെത്തിയാൽ ഔട്ടാവും. ഈ റെയിൻ, ഈ എൻ്റെ ഓവറുകാരൻ കാരണം എനിക്ക് കയറാൻ പറ്റുന്നില്ല. അയ്യോ 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 അയ്യോ, അപ്പോൾ ചാവൂലോ. ഞാൻ ചാവാൻ റെഡിയല്ല, ഞാൻ ജീവിക്കാനാണ് റെഡിയാവുന്നത്. കയറ്, ചെന്തി കയറാത്തേ. ഇപ്പോൾ കയറും. കയറട്ടെ, കയറട്ടെ. യെസ്, ഞാനങ്ങനെ കയറ്റവും കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ടെസ്റ്റിലും കൂടി പാസ്സായിട്ടുണ്ട് എന്നാണ് അർത്ഥം. അവിടെ എൻ്റെ പഴയ വീട് കാണാനുണ്ട്. ഞങ്ങൾക്ക് റോഡ് ടെസ്റ്റാണ്. ഇതാണ് മാനേജർ. നമുക്ക് റോഡ് ടെസ്റ്റിലേക്ക് പോകാൻ ഇയാളെയും കൂടി വണ്ടിയിൽ കയറ്റിയിട്ട് വേണം പോവാൻ. അപ്പം ബായി കയറിക്കോളൂ. ബായി അങ്ങനെ കയറിയിട്ടുണ്ട്. എടാ ഫ്രാങ്ക്ലിനെ, നീ ബീച്ചിക്ക് വിട്. ഇയാളിപ്പോൾ പറയുന്നത് ബീച്ചിക്ക് വിടാനാ. ശരി, ബീച്ചിക്കെങ്കിൽ ബീച്ചിക്ക്. ഇതൊക്കെ എന്ത് റോഡ് ഡ്രൈവിംഗ് ഒക്കെ സിമ്പിളാണ്. ഇത് കണ്ടേ എന്ത് സ്പീഡിലാണ് പോണേ, മെക്ലാറിനല്ലേ. ബീച്ചെത്തി 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 ബീച്ചെത്തി. ഇത് പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷനാ? ശരി, അങ്ങോട്ടെങ്കിൽ അങ്ങോട്ട്. പോലീസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ടെസ്റ്റ് പാസ്സായി എന്നാണ് അർത്ഥം. കാരണം അവിടെയാണ് എൻഡിങ്. അങ്ങനെ പോലീസ് സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ വണ്ടി ഇവിടെ ഒന്ന് തട്ടാതെ അകത്ത് കയറണം. ബായിനെ പോലത്തെ ഒരാളല്ലേ പോണേ. അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ടെസ്റ്റ് പാസ്സായിരിക്കുന്നു. അപ്പോൾ പോലീസുകാരുടെ കയ്യിലാണ് ലൈസൻസൊക്കെ. ഞാൻ അവരുടെ അടുത്തുനിന്ന് വാങ്ങാം. അങ്ങനെ പോലീസുകാരെങ്ങനെ എനിക്ക് ലൈസൻസൊക്കെ തന്നു. ബായി വന്ന് വണ്ടിയിൽ കയറി. എനിക്കങ്ങനെ ലൈസൻസൊക്കെ കിട്ടി. ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. എൻ്റെ വണ്ടിയിൽ പിന്നെ ഒരു ഫീച്ചർ ഉണ്ട്, കാണിച്ചു തരാം. നല്ല ഹൈറ്റിൽ ചാടിയില്ലേ. അപ്പോൾ ഇതാണ് ഫീച്ചർ. അപ്പോൾ സുഹൃത്തുക്കളെ, എനിക്ക് ലൈസൻസ് കിട്ടിയത് കൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് ടാറ്റാ ബൈ ബൈ, സീ യു. ടാറ്റാ ബൈ ബൈ, സീ യു.